ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓയിലും നെയ്യും ഒന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണീൻ്റെ റെസിപ്പി കൊണ്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ബസുമതി റൈസാണ്. ഇത് ഒരു 20 മിനിറ്റ് വരെ വെള്ളത്തിലൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് വേവിക്കാനുള്ള വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറാമ്പും കുറച്ച് ഏലക്കായും കുറച്ച് കറുകപ്പട്ട ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും തേങ്ങ ചിരവിയതും അതിലോട്ട് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മരുന്ന് പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മല്ലിച്ചപ്പും പുതിനയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് കുതിർന്ന് അത് നല്ല കഴുകിയെടുത്തതാണിത്. പിന്നെ കോളിഫ്ലവറും കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. സവാള കനം കുറച്ച് അരിഞ്ഞതും കുറച്ച് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞതാണിത്. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അത് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ ചട്ടി ചൂടായിട്ട് അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറികളും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കേണ്ടതില്ല. വെറുതെ ഈ ചട്ടിയിൽ ഇങ്ങനെ ചൂടായ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന സോയാബീനും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. കൊളസ്ട്രോൾ ഉള്ളവർക്കും എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി ഇത്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേറെ മസാലക്കൂട്ടുകളൊന്നും ഉപയോഗിക്കേണ്ടതില്ല. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്കൊരു 1/4 ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ചുടുവെള്ളം തന്നെ വേണം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചുടുവെള്ളം ഒരിക്കലും കൂടി പോകരുത്. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നാരങ്ങനീര് പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച കുറച്ച് തേങ്ങാപ്പാലുണ്ടല്ലോ, ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും റെഡിയാക്കി വെച്ചതുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടുന്നത് നോക്കാം. ഇനി ഒരു ദോശച്ചട്ടി എടുത്തിട്ട് ഗ്യാസിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ബിരിയാണി ദമ്മിടാനുള്ള പാത്രം കൂടെ വെച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ബസുമതി റൈസ് റെഡിയാക്കി വെച്ചതുണ്ടല്ലോ, ആ ബസുമതി റൈസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് എല്ലായിടത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് നമ്മൾ മസാല കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മസാലക്കൂട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറായിട്ട് ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെ ഓരോ ലെയറായിട്ട് കുറച്ച് ഈ ബസുമതി റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ എണ്ണ നെയ്യൊന്നും ഒഴിക്കാതെ തന്നെ ഇങ്ങനെ തന്നെ ദമ്മ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനങ്ങനെ ഇട്ടിട്ടില്ല. ഇനി ദമ്മിടാം. ഒരു 10 മിനിറ്റ് മതി ദമ്മിട്ടത്. അപ്പോൾ ഇനി ദമ്മൊക്കെ കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാണ്ട് നമ്മൾ ബിരിയാണി ഒന്ന് നോക്കാം. അപ്പോൾ ബിരിയാണി വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നെയ്യ് പറ്റാത്തവർക്കും എണ്ണ പറ്റാത്തവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.